വാർത്തകളിലേക്ക് തിരികെ വരാം. റാഫേൽ ഇടപാടിൽ കേന്ദ്രത്തിന് കനത്ത തിരിച്ചടി. ഇടപാടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിശദാംശങ്ങൾ നൽകാൻ ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, തീർച്ചയായും റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാകുന്ന സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ ഇടപെടൽ എന്ന് തന്നെ പറയാം. ഏത് തരത്തിലാണ് ഈ ഒരു ഹർജി പരിഗണിക്കപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശങ്ങൾ എത്തരത്തിലായിരുന്നു? ക്രിസ്റ്റീന, റാഫേൽ കരാറുമായി സംബന്ധിച്ച് 3 പൊതുതാൽപര്യ ഹർജികളായിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണന ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു ഹർജി എന്തായാലും പിൻവലിച്ചിരിക്കുന്നു. പക്ഷേ എന്തായാലും മോദി സർക്കാരിന് ഏറ്റവും വലിയ കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണത്തെ അല്ലെങ്കിൽ ഈ പരാമർശത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പറയേണ്ടി വരും. ഈ റാഫേൽ ഇടപാടിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അതെന്തായാലും സുപ്രീം കോടതി ഈ ഉത്തരവ് എന്തായാലും തന്നെ ഈ മോദി സർക്കാരിന് ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ്. കാരണം എല്ലാ പ്രതിപക്ഷമടക്കമുള്ള എല്ലാ കക്ഷികളും ഒരേ സ്വരത്തിൽ പറഞ്ഞു റാഫേൽ കരാറുമായി നടന്ന അഴിമതി വിഷയം മുന്നോട്ട് കൊണ്ടുവച്ച് തന്നെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു നിരീക്ഷണം കൂടി ഉണ്ടാവുന്നു, ഇങ്ങനെ ഒരു ഉത്തരവ് കൂടി ഉണ്ടാവുന്നത് കൂടി തന്നെ മോദി സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മോദി സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് അടക്കം എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നു. 3-അംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അടക്കമുള്ള 3-അംഗ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത്. കേസിൽ കൂടെ ഉണ്ടായിരുന്നത് സഞ്ജയ് കിഷൻ കൗള്, അതുപോലെ തന്നെ ജസ്റ്റിസ് ആയിരിക്കുന്ന KM ജോസഫ്, അതുപോലെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ഇങ്ങനെ 3-അംഗ ബെഞ്ചാണ് പരിഗണിച്ചിരിക്കുന്നത്. റാഫേൽ കരാറാണ് ഏറ്റവും വലിയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം എല്ലാടക്കമുള്ള എല്ലാ പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയാണ് സുപ്രീം കോടതിയുടെ ഇങ്ങനെ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു ഉത്തരവ് കൂടി വന്നിരിക്കുന്നു. കാരണം കർശനമായ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോദി സർക്കാർ എന്ന് പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ റാഫേൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 41,000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം UPA സർക്കാർ ഭരിച്ചിരുന്ന സമയത്തായിരുന്നു റാഫേൽ കരാറുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ തുടങ്ങിയതിന് ശേഷം മോദി സർക്കാർ നടപ്പിലാക്കുമ്പോൾ 3 ഇരട്ടിയാണ് തുക വർദ്ധിച്ചിരിക്കുന്നത്. 3 ഇരട്ടി തുക വർദ്ധിക്കുന്നു. പണ്ട് വിമാനങ്ങൾ വാങ്ങിയതിനേക്കാൾ വിമാനങ്ങൾ കുറച്ചു വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവുമ്പോഴും പക്ഷേ വിലയ്ക്കൊരു മാറ്റവുമില്ല. വൻ അഴിമതി നടന്നിരിക്കുന്നുള്ള കാര്യം വ്യക്തമായ തെളിവടക്കം കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലടക്കം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മോദി സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ 3-അംഗ ബെഞ്ച് ഇന്ന് രാവിലെ ആയിരുന്നു ഹർജി പരിഗണിച്ചത്. 3 പൊതുതാൽപര്യ ഹർജികളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ഒരു ഹർജി നൽകിയത് ആം ആദ്മിയുടെ MP ആയിരിക്കുന്ന സഞ്ജയ് സിംഗ് നൽകിയ ഒരു പൊതുതാൽപര്യ ഹർജി ഉണ്ടായിരുന്നു. അതിന് പുറമെ വിനീത് ദണ്ഡൻ എന്ന അഭിഭാഷകൻ നൽകിയ പുനഃപരിശോധന ഹർജി ഉണ്ടായിരുന്നു. അതിന് പുറമെ ആയിരുന്നു തെഹസിൻ പൂനെവാല നൽകിയ ഹർജി. ഇങ്ങനെ 3 ഹർജികളായിരുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. ആ 3 ഹർജിയിൽ തന്നെ തെഹസിൻ പൂനെവാലയുള്ള ഹർജി എന്തായാലും പിൻവലിച്ചിരിക്കുന്നു. റാഫേൽ ഇടപാടിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായിരുന്ന അറ്റോർണി ജനറൽ KK വേണുഗോപാൽ ഈ കാര്യത്തിൽ വ്യക്തമാക്കിയത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, പൊളിറ്റിക്കൽ ഗെയിനാണ് ഇതിന്റെ പിറകിൽ എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. വാദത്തിനിടെ റാഫേലിന്റെ വിലയും സാങ്കേതിക വിദ്യയും പരിഗണിക്കില്ല, ഇടപാടിന് പിന്നിൽ വൻ അഴിമതി എന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സഞ്ജയ് സിംഗും അതുപോലെ തന്നെ അഭിഭാഷകനായിരുന്ന വിനീത് ദണ്ഡ രണ്ടാളും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇടപാടിന് പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട്. ഈ 3 പൊതുതാൽപര്യ ഹർജിയിൽ 1 മാത്രം പിൻവലിച്ചെങ്കിൽ മറ്റു 2 പേരും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി അടക്കം എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നോട്ടീസ് അയച്ചിട്ടില്ലെങ്കിലും പക്ഷേ എന്തായാലും മോദി സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിരിക്കുകയാണ്. കാരണം റാഫേൽ ഇടപാടിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന. ഹരീഷ്, അതേസമയം ഇത്രയും നാളും റഫേൽ ഇടപാട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് സാങ്കേതിക തടസ്സങ്ങളായിരുന്നു, സുരക്ഷാ കാരണങ്ങളായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ വ്യക്തമാക്കണമെന്ന തരത്തിലൊരു ഇടപെടൽ നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെ വലിയ പ്രതിരോധത്തിൽ തന്നെയാക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അനാവശ്യ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്ന. കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു നിലപാടിനോട് ഏതു തരത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ പ്രതികരണം അല്ലെങ്കിൽ നിരീക്ഷണം? ഏതു തരത്തിലായിരുന്നു? അറ്റോർണി ജനറൽ KK വേണുഗോപാൽ ഈ വിഷയം ഇത് പൊളിറ്റിക്കൽ ഗെയിനാണ്, ഈ വിഷയത്തെ അങ്ങനെ കാണാൻ സാധിക്കുള്ള നിലപാടായിരുന്നു അദ്ദേഹം വാദത്തിനിടെ സൂചിപ്പിച്ചത്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയക്കുന്നില്ല പറഞ്ഞു. പക്ഷെ സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറയുന്നു ഈ വിഷയത്തിൽ എന്തായാലും ഈ പറയുന്ന എല്ലാ കരാറിന്റെ ഇടപാടിന്റെ എല്ലാ വിശദാംശങ്ങളും ഹാജരാക്കണമെന്ന ആവശ്യം കോടതി എന്തായാലും ഉത്തരവിട്ടിരിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ മോദി സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട അവരുടെ ആയുധം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കരാർ പുറത്തു പറയാൻ പറ്റില്ല, കരാറിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന കാര്യമാണെന്ന നിലപാടാണ് മോദി സർക്കാർ എന്തായാലും നടപ്പിലാക്കിയത്. പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമായ തെളിവുകളുമായി പല സമയങ്ങളും പുറത്തു വന്നിരുന്നു. അവർ വ്യക്തമായ തെളിവുകൾ തന്നെ അവർ പറയുന്നു. അംബാനി അടക്കമുള്ള കമ്പനികൾക്ക്, പേപ്പർ കമ്പനികൾക്ക് അടക്കമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ കൊടുക്കാത്ത കരാർ എന്ത് അടിസ്ഥാനത്തിലാണ് മറ്റുള്ള ഒരു പ്രൈവറ്റ് പേയ്മെന്റ് കൊടുത്തത്, എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു പേപ്പർ മില്ല് പോലുള്ള കമ്പനിക്ക് കരാർ എഴുതി കൊടുത്തത് എന്നുള്ള വ്യക്തമായ ആരോപണങ്ങൾ കോൺഗ്രസ്
അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആം ആദ്മി നേതാവായിരിക്കുന്ന സഞ്ജയ് സിംഗ്, ആം ആദ്മിയുടെ MP ആണ് സഞ്ജയ് സിംഗ്, അതുപോലെ തന്നെ അഭിഭാഷകനായിരിക്കുന്ന വിനീത് ദണ്ഡ എന്നിവർ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അദ്ദേഹം വ്യക്തമായി ഇവർ രണ്ട് ഹർജിക്കാരും കോടതി ശക്തമായി തന്നെ പറഞ്ഞു, വൻ അഴിമതി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണം. കാരണം റാഫേൽ അഴിമതിയാണ് അടുത്തകാലം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ അഴിമതി ഒന്ന് തന്നെയാണ് റാഫേൽ കരാർ അഴിമതി. അതുകൊണ്ട് എന്തായാലും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോദി സർക്കാർ എന്ന് പറയേണ്ടി വരും. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വ്യക്തമായ കരാറുകൾ എന്തടിസ്ഥാന എല്ലാ വിശദാംശങ്ങളും കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നാൽ അത് മോദി സർക്കാരിന് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. എന്തായാലും മോദി സർക്കാർ ഇത് ഹാജരാക്കണമെന്നൊരു റഫേൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടിയാകുന്ന സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ. ഇതുവരെ സാങ്കേതിക തടസ്സം പറഞ്ഞ കേന്ദ്ര സർക്കാർ റഫേൽ ഇടപാടിൽ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന തരത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ നിലപാട്.